ജയന്തിയുടെ നിർബന്ധത്തിന് വഴങ്ങി വിശ്വനാഥൻ കുഞ്ഞിന്റെ നൂലുകെട്ടിനായി മൂന്നാറിലെത്തുന്നു. അച്ഛൻ വന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കുഞ്ഞിനെ ഓർത്ത് വിഷമിക്കുന്ന അർച്ചനയെ ആശ്വസിപ്പിക്കാനാവാതെ ശ്യാമള. പാല് കിട്ടാതെ വിശന്ന് കരയുന്നുണ്ടാവും. ആഹ്ലാദം കൊണ്ട് സുധിക്ക് മനസ്സ് നിറയ്ക്കേണ്ട ദിവസമാണെന്ന് അച്ഛനോടുള്ള പ്രതികാര ചിന്തയിൽ ജീവിക്കുന്ന സുധിയെ ആശ്വസിപ്പിക്കാൻ നിരഞ്ജന ശ്രമിക്കുന്നു. ഒരു അവകാശവുമില്ല. നിരഞ്ജന ഇത് ബാധിക്കുന്ന വിഷയവും അല്ല. ഇത് ഞങ്ങളുടെ മാത്രം കാര്യമാണ്. രാത്രി മഴ തുടരുന്നു. നിന്റെ മുഖം കണ്ടാൽ അറിയാം ഒരു വിജയിയുടെ ഭാവം. അതിൽ അച്ഛൻ എന്തെങ്കിലും സംശയം ബാക്കിയുണ്ടെങ്കിൽ അതങ്ങ് തീർത്തു തരാൻ പോവാ. ഇങ്ങനെയൊരു ദിവസത്തിന് വേണ്ടി ഞാനും കാത്തിരുന്നതാ. നിന്റെ മുമ്പിൽ ഞാൻ തോറ്റുപോയെന്ന് നീ കരുതണ്ട. എന്നെ സംബന്ധിച്ച് പടിക്ക് പുറത്ത് നടന്ന സംഭവം. അതിൽ കൂടുതൽ ഒരു വിലയും ഞാൻ കൽപ്പിച്ചിട്ടില്ല. വേണ്ട വിശ്വട്ട, എന്തിനാ ഇങ്ങനൊരു സംസാരം? ഇതിൽ കൂടുതലൊന്നും ഞാനും ആഗ്രഹിച്ചിട്ടില്ല. തറവാട്ടിൽ ഒരു അനാഥ കുഞ്ഞിനെ കൊണ്ടുവന്ന് കയറ്റിയതിലൂടെ ഞാൻ എല്ലാം നേടിയെന്നാണോ നിങ്ങളൊക്കെ കരുതിയിരിക്കുന്നത്? നിങ്ങൾക്ക് പിഴച്ചത് അവിടെയാ. അതിലൊന്നും തീരുന്നതല്ല സുധിക്ക് ഈ മനുഷ്യനോടുള്ള പക. തകരാറ് എനിക്കാണെന്നറിഞ്ഞപ്പോ തീർന്നു നിങ്ങളുടെ അന്തസ്സും ആഭിജാത്യവും. തോറ്റിട്ടില്ലെന്ന് പറയുമ്പോഴും എന്തിനു നിങ്ങൾ വന്നു? ആർക്കോ പിറന്നൊരു കുഞ്ഞിന്റെ നൂലുകെട്ട് ചടങ്ങിന്. ആ കുഞ്ഞിന്റെ അമ്മ ആരാണെന്ന് അറിയൂ നിങ്ങൾക്ക്? അവളുടെ മതമേത്, ജാതി ഏത്, എന്തെങ്കിലും അറിയൂ? എന്ത് കുലമഹിമ അവളുടെ കുഞ്ഞിനുള്ളത്? അർച്ചനയേക്കാൾ എന്ത് യോഗ്യത അവൾക്കുള്ളത്? എനിക്കൊരു കുഞ്ഞിന്റെ അച്ഛനാവാനുള്ള കഴിവില്ലെന്നറിഞ്ഞപ്പോ നിങ്ങൾ കൊണ്ടു നടന്ന കുടുംബമഹിമയൊക്കെ എവിടെ പോയി? അന്തസ്സും അഭിമാനവും ഒലിച്ചുപോയോ? പറഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളൂ ഞാൻ. ഒരു അനാഥ കുഞ്ഞിന്റെ നൂലുകെട്ട് സദ്യ ഉണ്ടതല്ലേ? ഇനി അതൊക്കെ കേൾക്കാൻ ബാധ്യസ്ഥരാ നിങ്ങൾ രണ്ടുപേരും. എടാ, ഞങ്ങള് കാണിച്ച സ്നേഹത്തിന് നീ അത്ര വില തന്നോളൂ അല്ലേടാ? എന്ത് സ്നേഹമാ നിങ്ങൾ എന്നോട് കാണിച്ചത്? ഒന്ന് പറഞ്ഞു തരണം. ദേ, ഇവിടെ എനിക്ക് കല്യാണം കഴിച്ചു തന്നതോ? അതേടാ, മകനും നിലയ്ക്കും വിലയ്ക്കുമുള്ള ഒരു ബന്ധം വേണമെന്ന് ഞാൻ ആഗ്രഹിച്ച തെറ്റാണോ? സ്വന്തം കഴിവുകേട് മറച്ചു വെച്ച് പ്രസംഗിക്കാൻ നാണമില്ലടാ. താലി കെട്ടിയ പെണ്ണിന്റെ മുന്നിൽ വെച്ച് മറ്റൊരാളിന്റെ ഭാര്യയായി കഴിഞ്ഞ കാമുകിയെ ഓർത്ത് വിലപിക്കുന്നു. സുധി, ഇതിൽ കൂടുതൽ നീ അധപ്പതിക്കരുത്. ഒരു പുരുഷനാണെന്നുള്ള ചിന്തയെങ്കിലും നിനക്ക് വേണം. നിന്റെ വാക്കുകളെ ഞങ്ങളുടെ നെഞ്ചിലല്ല കൊള്ളുന്നത്. നിന്നെ സ്നേഹിച്ച് നിനക്ക് വേണ്ടി ജീവിക്കുന്ന ഇവിടെ ഹൃദയത്തില. ഇവിടെയെങ്കിലും നീ ഒന്ന് ഓർക്കണമായിരുന്നു. വിവാഹം കഴിഞ്ഞ വർഷം ഒന്നാകാൻ പോകുന്നു. ഇനിയും അവസാനിപ്പിക്കാറായില്ലടാ ഞങ്ങളോടുള്ള പക. അതുകൊണ്ട് നീ ഒന്നും നേടുന്നില്ല. ഞാൻ എന്ത് നേടിയെന്ന് പറഞ്ഞു തരാം. സ്നേഹിച്ച പെണ്ണിനെ മറന്നുകൊണ്ട് മാസം ഒന്ന് തികയുന്നതിന് മുമ്പ് എന്തിന് ഞാൻ മറ്റൊരു പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടിയെന്ന് ഇനി നിങ്ങൾ അറിയണം. സുധി, ഇനി പരിധി വിടരുത്. പറയുന്നത് കൂടുതൽ സുധി പറഞ്ഞു കഴിഞ്ഞു. ഇനി സുധി ഒരക്ഷരം ശബ്ദിച്ചു പോയാ കുഞ്ഞിനെ എടുത്ത് ഞാൻ ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങും. ഞാൻ പറയുന്നത് നിന്നെ എങ്ങനെ ബാധിക്കോടി? നിങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോ അതെന്നെ അല്ലാതെ പിന്നെ മറ്റാരെ ബാധിക്കുന്നേ? സുധി, ഒരു കാര്യം ഓർക്കണം, ഞാൻ വന്നു കയറിയ പെണ്ണാ. നീ ഉണ്ടായിരിക്കെ. അവന് പറയാനുള്ളത് എന്താണെന്ന് എനിക്കറിയണം. നീ പറയടാ. മനസ്സിൽ എന്തൊക്കെയോ നീ അടക്കി വെച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഒരുപാടുണ്ട് പറയാൻ. സുധി, എന്ത് വേണമെങ്കിലും ആയിക്കോ, പക്ഷെ എനിക്ക് പറയാനുള്ളത് കേൾക്കാൻ സുധി അല്പ സാവകാശം തരണം. സുധി വന്നേ, വാ വാ സുധി. ക്ഷമിക്കും വിശ്വട്ട. വിശ്വട്ടിനെ അവനിങ്ങനെ ഇൻസൾട്ട് ചെയ്യുമെന്ന് ഞാൻ കരുതിയതല്ല. എനിക്കിത് ഇൻസൾട്ടിങ് ആയല്ല തോന്നുന്നത്. നമ്മൾ ഇനിയും അറിയാത്ത ഒരുപാട് രഹസ്യങ്ങളുണ്ട് അവളുടെ മനസ്സിൽ. വാ സുധി. അത് പറയാതെ സുധിയുടെ പക പൂർത്തിയാവില്ലെന്ന് എനിക്കറിയാം. എനിക്ക് വേണ്ടി ഈ കുഞ്ഞിനെ സുധി സ്വീകരിക്കാൻ തയ്യാറായത് തന്നെ അതിനു വേണ്ടിയാ. എന്താ സംശയം? ഞാനത് വിളിച്ചു പറയുന്നത് കൊണ്ട് നിരഞ്ജനയ്ക്ക് എന്ത് പ്രശ്നം ഉണ്ടാവുന്നത്? എനിക്കൊരു തകരാറുമില്ല. ഞാൻ അവരെ നിരഞ്ജനെ ചതിച്ചതാണെന്നേ പറയൂ. നമ്മൾ വഴിപിരിയാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സുധിക്കത് പറയാം.
ഞാനത് പറയുന്നത് കൊണ്ട് നമ്മൾ എങ്ങനെ വഴിപിരിയും? അതോടെ അവസാനിക്കാൻ പോകുന്നത് ഞാനും എന്റെ വീട്ടുകാരുമായിട്ടുള്ള ബന്ധമാ. പിന്നെ നമ്മളെ തേടി വരാൻ ആരും ഉണ്ടാവില്ല. ഇനി ഒന്നിച്ച് ഒരുപാട് ദൂരം പോകാൻ സുധി ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് അറിയാനാ ഞാൻ സുധിയെ കൂട്ടിക്കൊണ്ടു വന്നത്. പല പ്രതിസന്ധികളിലും ഒന്നിച്ച് നിന്ന എന്നോടാണോ നിരഞ്ജന ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത്? അങ്ങനെയെങ്കിൽ സുധി അത് പറഞ്ഞ എന്റെ നിലനിൽപ്പിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? സുധി എന്നെയും ചതിച്ചെന്നല്ലേ പറയാൻ പോകുന്നത്? എങ്കിൽ ഞാനും ചോദിക്കട്ടെ, ഒരു കുഞ്ഞിനു വേണ്ടി മോഹിക്കുന്ന ഭാര്യയെ ചതിക്കാൻ ഭർത്താവിന് കഴിയുമോ? ആ ചോദ്യം അവർ തിരിച്ചു ചോദിച്ചാ ഞാനെന്ത് മറുപടിയാ പറയണ്ടേ? ഇനി സുധിക്കൊപ്പം ഞാൻ നിന്നെന്ന് പറയാം. എന്തിന്? ലോകത്തിലെ ഒരു പെണ്ണും അതിന് തയ്യാറാവോ? ഭർത്താവിന് കാമുകിയോടുള്ള പ്രണയ നൈരാശ്യത്തിന് ഏത് ഭാര്യ അതിന് തയ്യാറാവുന്നേ? അവർ മണ്ടരല്ല സുധി. അവരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ എനിക്ക് തലകുനിച്ച് നിൽക്കേണ്ടി വരും. ഒരു കുഞ്ഞിനു വേണ്ടി ഞാൻ കാണിച്ച തിടുക്കവും പരാക്രമവും അവർ കണ്ടതാണ്. കുഞ്ഞിനു വേണ്ടി സുധിയേക്കാൾ തിടുക്കം കാണിച്ചത് ഞാനായിരുന്നു. ഒരു കുഞ്ഞിനെ പ്രസവിക്കാനുള്ള ശേഷി എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ അതിനുവേണ്ടി ധൃതി പിടിക്കുവോ? ഭർത്താവിന്റെ കുഞ്ഞിനെ പ്രസവിച്ച് അയാളെ തന്നിലേക്ക് അടുപ്പിച്ചു നിർത്താനല്ലേ ഏതൊരു ഭാര്യയും ശ്രമിക്കുള്ളൂ. അവൾക്കെന്തിന് ഊരും പേരുമില്ലാത്ത മറ്റൊരു സ്ത്രീയുടെ കുഞ്ഞ്? ചോദ്യങ്ങൾ ഒരുപാടാണ് സുധി, എനിക്ക് ഉത്തരം മുട്ടിപ്പോകുന്ന ചോദ്യങ്ങൾ. എന്തിന് സുധി എന്റെ കഴുത്തിൽ താലുകെട്ടി എന്നൊരു വാക്ക് സുധിയിൽ നിന്ന് തന്നെ വീണു. സുധിയുടെ വെളിപ്പെടുത്തൽ കൂടിയായ അവർക്ക് ചവിട്ടിക്കയറാൻ പിന്നെന്ത് വേണം? എന്റെ കഴിവുകേടുകൾ കൂടിയാണ് സുധി അതിലൂടെ തുറന്നു പറയുന്നത്. അത് പാടില്ലെന്ന് പറയാനുള്ള അർഹത എനിക്കില്ല. സുധിക്ക് കിട്ടുന്ന ആത്മസംതൃപ്തി വേണ്ടെന്ന് വെക്കണ്ട. പക്ഷെ സുധി എല്ലാം നേടുമ്പോൾ അവിടെ തീരണം നമ്മൾ തമ്മിലുള്ള ബന്ധം. പിന്നെ ഒരു റിക്വസ്റ്റ് ഉള്ളത്, ഈ വീട്ടിൽ വെച്ചത് പറയരുതെന്നാ. എന്റെ കുറവുകൾ അറിഞ്ഞ് അച്ഛൻ്റെ അമ്മയുടെ മുന്നിൽ മുഖാമുഖം നോക്കി നിൽക്കാൻ എനിക്ക് കഴിയാത്തോണ്ടാ. അങ്ങനെ ഒരു സന്ദർഭം സുധിയെ ഒഴിവാക്കി തരണം. എന്നും ഞാൻ സുധിയോട് അപേക്ഷിച്ചിട്ടുള്ളത് അതൊന്നു മാത്രമാണ്. ഞാൻ കൂടെയുള്ളപ്പോൾ എന്റെ കുറവുകൾ ദയവായി വിളിച്ച് പറയരുത്. സുധിക്ക് അതിന് പറ്റിയ സ്ഥലം സുധിയുടെ വീട് തന്നെയാ. അവിടെ ചെന്ന് പറഞ്ഞോളൂ. പിന്നെ ആരും അന്വേഷിച്ചു വരാതെ ഞാനും എന്റെ മോനും ഇവിടെ കഴിഞ്ഞോളാം. എത്രയൊക്കെ പറഞ്ഞാലും ഒരു പെണ്ണിന് ഈ ലോകത്ത് നീതി കിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി. പോലീസ് എന്നെ കാണുന്നത് ഏത് കണ്ണിലൂടെയാണെന്നും എനിക്കറിയാം. ഒരമ്മ എന്ന പരിഗണനയല്ല അവരെനിക്ക് തരുന്നത്. ഹിമ ഡോക്ടറും കൈയൊഴിഞ്ഞെന്നാ തോന്നുന്നത്. ഇനി മാഡത്തിന് എന്ത് ചെയ്യാൻ കഴിയും മോളെ? ഏറിയാൽ ആ സിഐക്ക് ഒരു കോള് വിളിച്ച് അന്വേഷിക്കാം. ഇനി നമ്മൾ എന്ത് ചെയ്യോ ചേച്ചി? അച്ഛൻ പല സ്ഥലത്തും കാർത്തികനെ തിരഞ്ഞ് നടക്കുന്നുണ്ട്. ഇതുവരെ പുറത്താരും ഇത് അറിഞ്ഞിട്ടില്ല. പുറത്തറിയാതിരിക്കാൻ പോലീസുകാരും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി അതല്ല സംഭവിക്കാൻ പോകുന്നത്. നാളെ ഞാൻ ഹിമ മാഡത്തെ പോയെന്ന് കാണും. മാഡത്തിന് MLA പരിചയമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെ സങ്കടം പുറത്തറിയാൻ പോവാ മോളെ. ഇനി ഇത് ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ല. ഓരോ ദിവസം കഴിയും തോറും കുഞ്ഞ് എന്നിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുക. മുഖ്യമന്ത്രിയെ കാണാനാണോ അച്ചുവേച്ചി തീരുമാനിച്ച്? അതല്ലാതെ ഞാൻ എന്ത് ചെയ്യാനും? ഇത്രയും ദിവസം ആ സിഐയുടെ വാക്ക് വിശ്വസിച്ചിരുന്നത് തന്നെ വലിയ മണ്ടത്തരായിപ്പോയി. MLA മുഖ്യമന്ത്രിയൊക്കെ അറിഞ്ഞ വാർത്ത പത്രത്തിലൊക്കെ വരില്ലേ? വരണം, അത് തന്നെയാ ഞാനും ആഗ്രഹിക്കുന്നത്. അപ്പോ സുധി സാർ അറിയില്ലേ അച്ചുവേച്ചി? എല്ലാവരും അറിയുമ്പോ
സുധിയും സുധിയുടെ വീട്ടുകാരും ഒക്കെ അറിയും. സുധി അറിഞ്ഞ എനിക്കെന്താ? സുധി സാറ് അച്ചുവേച്ചി അന്വേഷിച്ച് വരും. എന്നെ സഹായിക്കാൻ ആർക്കും വരാം. ആരുടെ സഹായവും ഞാൻ വേണ്ടെന്ന് വെക്കില്ല. എന്റെ കുഞ്ഞിന്റെ അച്ഛൻ സുധിയാണെന്ന് ഞാൻ ലോകത്തോട് പറയാതിരുന്നാ പോരെ? പക്ഷേ അതിലൊരു അപകടവശം കൂടെ ഉണ്ട്. സുധി സാറിന്റെ അച്ഛന് വേണ്ടത് നമ്മുടെ കുഞ്ഞിനെയാ. അച്ഛൻ കള്ളം പറഞ്ഞെന്ന് വിശ്വസിച്ചിരിക്കുക അയാള്. സത്യങ്ങൾ തിരിച്ചറിയുമ്പോ കുഞ്ഞിനെ കണ്ടെത്താൻ അയാൾ മുന്നിട്ടിറങ്ങും. കുഞ്ഞിനെ പോലീസിന് കിട്ടിയ ആരെ അറിയിക്കാതെ അയാൾ കൈവശപ്പെടുത്തും. നമ്മളൊന്നും അറിയാനും പോകുന്നില്ല. സുധി സാർ അച്ചുവേച്ചി അന്വേഷിച്ചു വരുമ്പോ കുഞ്ഞിനെ അച്ചുവേച്ചിക്ക് തന്നെ തരാൻ അയാൾ ഒരിക്കലും തയ്യാറാവില്ല. ഇക്കാര്യത്തിൽ അച്ചുവേച്ചി ശരിക്കും ആലോചിച്ചിട്ട് ഒരു തീരുമാനം എടുക്കാവൂ. അച്ഛാ, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോയാൽ മതിയായിരുന്നു. ഇന്നലെ രാത്രി തന്നെ ഇവിടുന്ന് ഇറങ്ങണമെന്ന് വാശി പിടിച്ചതാ വിശ്വേട്ടൻ. തൊഴുത് കരഞ്ഞാ ഞാൻ പിടിച്ചു നിർത്തിയത്. സുധിക്ക് വേണ്ടി അച്ഛനോട് ഞാൻ ക്ഷമ ചോദിക്കുക. നീ ക്ഷമ ചോദിക്കുകയല്ല വേണ്ടത്, അവനെ പറയാൻ സമ്മതിക്കണമായിരുന്നു. അവളൊരു ഏറ്റുമുട്ടൽ ഒഴിവാക്കിയതല്ലേ. അവൻ എന്തൊക്കെ വിളിച്ചു പറയുമെന്ന് ആർക്കറിയാം? ഒന്നെനിക്കറിയാം, നീയും അവനും എന്നിൽ നിന്ന് എന്തൊക്കെയോ ഒളിക്കുന്നുണ്ട്. എനിക്ക് മറച്ചു പിടിക്കാൻ എന്താ അച്ഛാ ഉള്ളത്? ഒരു കള്ളവും ആർക്കും അധിക നാൾ മൂടി വെക്കാനാവില്ല. ഒരു കുഞ്ഞിനെയും കയ്യിൽ വെച്ച് നീ ഈ ഗർഭനാടകം തുടർന്ന് നടത്തിക്കോ. അത്രേ ഞാനിപ്പോ പറയുന്നുള്ളൂ. സുധിക്ക് പലപ്പോഴും പല സ്വഭാവം അമ്മേ. ചിലപ്പോൾ സുധിയെ എനിക്ക് പോലും മനസ്സിലാവില്ല. അച്ഛനോട് എതിർത്ത് ഒരു വാക്ക് പോലും പറയരുതെന്ന് ഞാൻ കാല് പിടിച്ച് പറഞ്ഞിട്ടാ ഒന്ന് തണുത്തത്. അവര് തമ്മിലുള്ള ശത്രുത ഒരിക്കലും അവസാനിക്കില്ല എന്ന് എനിക്കിപ്പോ മനസ്സിലായി. അമ്മേ, സുധി പോകുമ്പം അമ്മ ഇങ്ങോട്ടൊന്ന് വരുമോ? ഞാൻ നോക്കാം മോളെ, വിശ്വേട്ടനെ പ്രതീക്ഷിക്കണ്ട. എനിക്കതറിയാം. ഒന്ന് ഇറങ്ങി വരാൻ പോലും അവന് തോന്നിയില്ല. ഞങ്ങള് പോയെന്ന് പറഞ്ഞേക്ക്. അച്ഛനും അമ്മയും ഇറങ്ങാൻ തുടങ്ങുമ്പോഴേക്കും മോൻ ഉറങ്ങി. അവരെ യാത്ര അയക്കാനെങ്കിലും സുധിക്കൊന്ന് താഴേക്ക് വരായിരുന്നു. എനിക്കവരെ ഫേസ് ചെയ്യാൻ മനസ്സ് വന്നില്ല. അച്ഛന്റെ മനസ്സിൽ ചില സംശയങ്ങൾ വീണിട്ടുണ്ട്. പോകാൻ നേരം അർത്ഥം വെച്ച് ചിലത് പറഞ്ഞു. സത്യം എപ്പോഴായാലും പുറത്തു വരുമെന്ന്. ഇനി ആ സത്യവും തേടി നടക്കട്ടെ. ഇപ്പൊ പൂർണ്ണമായും തോറ്റുപോയെന്ന് സുധിക്ക് തോന്നുന്നുണ്ടോ? സത്യം ഒളിപ്പിച്ചു വെച്ചാ ഒരിക്കലും സമാധാനം കിട്ടില്ലെന്നറിയാം സുധിക്ക്. സുധി ചെയ്തതിന്റെ പൂർണ്ണതയില്ലാതാവും. കഴിവുകെട്ടവനായി അവരുടെ മുന്നിൽ ജീവിക്കുന്ന കാലത്തോളം സഹതാപം മാത്രമേ സുധിക്ക് കിട്ടൂ. എന്നെ സുധി ഓർക്കണ്ട. ഞാൻ സുധിയെ വെറുക്കാനും പോകുന്നില്ല. ഞാൻ മോഹിച്ചതൊക്കെ എനിക്ക് സ്വന്തമാക്കി തന്ന ആളാ സുധി. കാലി കുരുങ്ങിയ കുരുക്കായി സുധി എന്നെ കരുതണ്ട. പിന്നെ പോകുന്നതിന് മുമ്പ് സുധി വീട്ടിലേക്കൊന്ന് പോകണം. ഇനി എല്ലാവരും അറിയട്ടെ. അമ്മയെ ഫേസ് ചെയ്യാനുള്ള കരുത്ത് ഇനി എനിക്കില്ല. കാലിൽ ചുറ്റിയ കുരുക്കായി ഞാൻ നിരഞ്ജനെ കണ്ടിട്ടില്ല. എല്ലാം എന്നോട് തുറന്നു പറഞ്ഞ് എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നവളാ താൻ. എന്നിട്ടും നിരഞ്ജനോട് നീതി പുലർത്താൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഞാൻ എന്റെ ആ പാക ഉപേക്ഷിക്കുക. സുധി, അത്രയെങ്കിലും ഞാൻ തന്നോട് ചെയ്യണ്ടേ? അല്ലെങ്കിൽ ഞാനൊരു നന്ദി കെട്ടവനായി പോവും. താൻ പറഞ്ഞതാ ശരി. ഇനി ആരും നമ്മുടെ ഇടയിലേക്ക് വരണ്ട.
നിങ്ങൾ അങ്ങോട്ടാ? തെന്മല വരെ. ആ റോസിയെക്കുറിച്ചൊരു വിവരം കിട്ടിയിട്ടുണ്ട്. അവളൊരു മിന്നായം പോലെ ആരോ കാറി കണ്ടെന്ന്. ദേ പോസ്റ്റ്മാൻ വന്നല്ലോ. നിങ്ങളല്ലേ രാജപ്പൻ? അതെ. കത്ത് നിങ്ങൾക്കല്ല, അർച്ചനയ്ക്കാ. അർച്ചന കെയർ ഓഫ് രാജപ്പൻ, അമ്പാടി. വിലാസം ശരിയല്ലേ? അതെ. ദാ. അർച്ചനയ്ക്ക് ആര് കത്തയക്കാനാ? ഇനി ജോലിക്കുള്ള ഓർഡറാണോ? അച്ചുച്ചി, അതിന് ഈ വിലാസത്തിലല്ലേ കത്ത് വന്നിരിക്കുന്നേ. മോളെ, നിനക്കൊരു കത്ത്. ദാ വേഗം നോക്കിയേ. ജോലിക്കുള്ള ഓർഡറാണോ? അല്ല, കത്തയച്ച ആളിന്റെ വിലാസമുണ്ട്. ആരാ അയച്ചത്? സുപ്രിയ മേനോൻ, രാമകൃഷ്ണ അപ്പാർട്ട്മെന്റ്സ് 2B, സാലിഗ്രാമം, ചെന്നൈ. അപ്പോ തമിഴ്നാട്ടിൽ നിന്നാണല്ലേ? പൊട്ടിക്കച്ചുച്ചി. മലയാളത്തിൽ DTP എടുത്തതാ. വായിച്ചേ. പ്രിയപ്പെട്ട അർച്ചന, അർച്ചന അനുഭവിക്കുന്ന വേദന എത്രത്തോളം വലുതാണെന്ന് എനിക്കറിയാം. അർച്ചനയുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്താണെന്ന് എനിക്കറിയില്ല. അവിവാഹിതയായ ഒരു അമ്മയെന്ന് മാത്രം അറിയാം. അവിവാഹിതയായ ഒരു അമ്മയ്ക്ക് ഒരു കുഞ്ഞുമായി ഈ ലോകത്ത് ജീവിക്കാനാവില്ലെന്ന തിരിച്ചറിവ് അർച്ചനയ്ക്കുണ്ടാവുമല്ലോ. കുഞ്ഞിനെ കൊണ്ടുപോയത് ആരാ, കുഞ്ഞിന്റെ ഭാവി എന്താവും എന്നൊക്കെയുള്ള വേദനയിലാവും അർച്ചന. നൊന്ത് പറ്റിയ ഒരു അമ്മയുടെ മനസ്സിന് ആശ്വാസം തരാനാ ഈ കത്തെഴുതുന്നത്. അർച്ചനയുടെ മോൻ എന്റെ കയ്യിലുണ്ട്. എന്റെ മോൻ. ബാക്കിയൂടി വായിച്ചേടി. വിവാഹം കഴിഞ്ഞ് 7-8 വർഷം കഴിഞ്ഞിട്ടും ഒരു കുഞ്ഞിക്കാലി കാണാൻ ഭാഗ്യമില്ലാത്ത ദമ്പതികളാ ഞങ്ങള്. അമ്മയാകാനുള്ള കഴിവില്ലാത്തവളാ ഞാൻ. കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുണ്ട്. നല്ല വീടുകൾ, കാറുകൾ, ഏക്കർ കണക്കിന് ഭൂമി. അതിനെല്ലാം അവകാശിയാവാൻ പോവാ അർച്ചനയുടെ മോൻ. ഞങ്ങൾക്ക് പിറന്ന സ്വന്തം കുഞ്ഞായിട്ടാ ഞങ്ങൾ അവനെ കാണുന്നത്. അർച്ചനയ്ക്ക് കൊടുക്കാൻ കഴിയാത്തതിന്റെ 10 മടങ്ങ് സൗഭാഗ്യങ്ങളാ അർച്ചനയുടെ മകന് കിട്ടാൻ പോകുന്നത്. ഞങ്ങൾ അവനെ ഒരു രാജകുമാരനെ പോലെ വളർത്തും. ഏറ്റവും നല്ല സ്കൂളിൽ അവനെ പഠിപ്പിക്കും. ഞങ്ങളുടെ കുഞ്ഞായിട്ടെ ലോകം അവനെ അറിയൂ. അർച്ചനയ്ക്ക് ഇനിയും ഒരു ജീവിതം ഉണ്ടാവും. കുഞ്ഞുങ്ങൾ പിറക്കും. ഒരമ്മയാവാൻ കഴിയാത്ത എന്നോട് കരുണ കാണിക്കണം. എന്നെ ശപിക്കരുത്. ഞങ്ങൾക്കുള്ള സ്വാധീനം എത്ര വലുതാണെന്ന് ഈ കത്ത് കിട്ടുമ്പോൾ മനസ്സിലാവുമല്ലോ. എനിക്ക് വേണമെങ്കിൽ ഇങ്ങനൊരു കത്ത് എഴുതാതിരിക്കാമായിരുന്നു. ഒരമ്മയുടെ മനസ്സറിഞ്ഞിട്ടാ ഞാൻ ഈ കത്ത് എഴുതുന്നത്. കുഞ്ഞിനെ ഓർത്ത് അർച്ചന വിഷമിക്കരുത്. എന്നെ ഒരു സഹോദരിയായി വേണം കാണാൻ. നമ്മൾ ഒരമ്മയുടെ വയറ്റിൽ പിറന്നതായി വിശ്വസിക്കണം. എന്റെ സഹോദരിക്ക് എല്ലാ ആശംസകളും നേരുന്നു. സുപ്രിയ മേനോൻ. ആരാടി ഈ കത്തയച്ചത്? നോക്കിക്കേ. ആരായാലും നമ്മളെ അവർക്ക് വ്യക്തമായിട്ട് അറിയാം. എന്തായാലും കുഞ്ഞിനെ കൊണ്ടുപോയത് ഭിക്ഷക്കാരല്ലെന്ന് ഉറപ്പായല്ലോ. ഈ അഡ്രസ്സിൽ പോയി അന്വേഷിച്ചാ പോരെ? ഇത് കള്ള അഡ്രസ്സാ. ആരെങ്കിലും ശരിക്കുള്ള അഡ്രസ്സ് പറയൂ. എന്താ വേണ്ടതെന്ന് അവളോട് ചോദിക്കുക. വലിയ ആളുകളാ ഇതിന്റെ പിന്നില്. കൊച്ചിനെ തിരിച്ചു കിട്ടുന്ന കാര്യം ഇനി സംശയമാണ്. ഹലോ മാഡം, എന്താ അർച്ചന? മാഡം, എനിക്കൊരു ലെറ്റർ വന്നിട്ടുണ്ട്. എന്റെ കുഞ്ഞ് അവരുടെ കയ്യിലുണ്ടെന്ന്. എന്താ അതീ പറഞ്ഞിരിക്കുന്നത്?
ഇതില് എത്രമാത്രം സത്യം ഉണ്ടെന്ന് നമുക്കറിയില്ല. വെറുതെ ആരെങ്കിലും ഇങ്ങനെ ഒരു കത്തയക്കോ? കുഞ്ഞിനെ കുറിച്ച് അവർക്കറിയാം, അത് വാസ്തവാ. ഞാൻ എന്ത് ചെയ്യണം മാഡം? എനിക്കിന്ന് 2 സിസേറിയൻ ഉണ്ട്. അർച്ചന്റെ വീട്ടുകാരെയും കൂട്ടി ഇപ്പൊ തന്നെ പോലീസ് സ്റ്റേഷനിൽ ചെല്ലണം. എന്നിട്ട് ആ ലെറ്റർ കാണിക്കണം. ശരി മാഡം. ലെറ്ററിന്റെ ഒരു കോപ്പി കൊടുത്താൽ മതി, ഒറിജിനൽ കൊടുക്കണ്ട. ഇല്ല മാഡം. ഞാൻ CIയെ വിളിച്ച് വിവരം പറയാം. വൈകണ്ട, വേഗം ചെല്ലാൻ നോക്കൂ. ഞാൻ വൈകുന്നേരം വിളിക്കാം. ശരി മാഡം. ഡോക്ടർ എന്ത് പറഞ്ഞു? ആ ലെറ്ററുമായി ഉടനെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാനാ മാഡം പറയുന്നത്. എന്നാ ചേച്ചി പെട്ടെന്ന് റെഡിയാവ്, ഞാൻ അമ്മയോട് പറയാം. സാർ, ആ കുഞ്ഞിൻ്റെ അമ്മ വന്നിട്ടുണ്ട്. അവരോടെന്ത് മറുപടിയാ പറയേണ്ടത്? തെക്കുവടക്ക് കിടന്ന് ഓടാവുന്നല്ലാതെ എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടണ്ടേ? ആ, കയറി വരാൻ പറ. സാർ, ഇരിക്കെ. നിങ്ങൾ പറഞ്ഞ പ്രകാരം ഒരു സംഘം പോലീസ് ചങ്ങനാശ്ശേരിക്ക് പോയിട്ട് ഇപ്പൊ തിരിച്ചു വന്നതേ ഉള്ളൂ. സർ, ഞാൻ വന്നത് മറ്റൊരു കാര്യം പറയാനാ. എന്താ? എന്റെ അഡ്രസ്സിൽ വന്ന ലെറ്ററാണിത്. ഇതെപ്പോഴാ കിട്ടിയത്? ഇന്ന് കിട്ടിയതേ ഉള്ളൂ. അപ്പോ കുഞ്ഞ് ഭിക്ഷാടന മാഫിയുടെ കയ്യിലൊന്നും അല്ല എത്തപ്പെട്ടത്. അവർക്ക് അമ്മയെ ആശ്വസിപ്പിക്കാൻ ഇങ്ങനൊരു കത്തെഴുതി അയക്കേണ്ട കാര്യമില്ലല്ലോ. കത്തിൽ പറഞ്ഞ വിലാസം തെറ്റാണ്. എന്നാൽ കത്ത് അയച്ചിട്ടുള്ളത് സാലിഗ്രാമത്തിൽ നിന്നുമാണ്. കുഞ്ഞ് അവിടെയുണ്ടെന്ന് പറഞ്ഞത് ബോധപൂർവ്വം തെറ്റിദ്ധരിപ്പിക്കാനാണ്. അന്വേഷിക്കാതെ എങ്ങനെ പറയാൻ പറ്റും സർ? അന്വേഷിക്കാതെ തന്നെ ഈ കത്തിന്റെ പിന്നിലെ ബുദ്ധി എന്താണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് കഴിയും.